ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ സർഗാലയിൽ ഇന്റർനാഷണൽ ക്രാഫ്റ്റ് ഫെസ്റ്റ് നടന്ന സമയത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്റർനാഷണൽ സ്റ്റാളായിട്ടുള്ള ആഫ്രിക്കയുടെ സ്റ്റാളിലാണ് കേട്ടോ. സ്റ്റാൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നമ്മുടെ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത പലതരം വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ സ്വന്തം അലീണ്ട. ഇത് നമ്മുടെ സ്വന്തം അറിയാം. ഇവർ രണ്ടാളും ഇവിടെ സ്ഥിരമായിട്ട് 12 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. പക്ഷെ നമുക്ക് പരിചയമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോഴത്തേക്ക് മടിയിലെടുത്ത് വെക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ആണ് കേട്ടോ. ഇവരാണെങ്കിൽ വായി തുറന്ന തുരുതുര ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പോൾ അവൻ ഇംഗ്ലീഷ് തിരിച്ച് സംസാരിക്കാനുള്ള ഒരു മടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. തിരിച്ചെനിക്കും. അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് മിണ്ടാൻ പോകാറില്ല. ആദ്യമൊക്കെ മോൻ ചെറുതായിരുന്ന സമയത്ത് അവരുടെ അടുത്ത് പോകാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവരുടെ രൂപവും ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. ഇത് കണ്ടോ, നല്ല രസമുണ്ട്, നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു മനുഷ്യരൂപ ഒരു കീ ചെയിൻ ആട്ടത്. ഞാൻ കുറേ നേരം അത് കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കി. പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ച് നേരം അവരോട് സംസാരിച്ച് നമ്മൾ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് ചോദിക്കും കേട്ടോ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറിയത്തിനോടാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ വിശേഷങ്ങൾ. എന്താണ് ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല, ശരിയാവുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഫുഡ് നമ്മളും കഴിക്കില്ല, നമ്മുടെ ഫുഡ് അവരും കഴിക്കൂല, സിമ്പിൾ. അപ്പോൾ അലീൻ്റെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ മോൻ്റെ സൗണ്ട് നല്ലതാണ്, അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം, പാട്ടിന് പറ്റിയ സൗണ്ടാണെന്നൊക്കെ ആട്ടോ പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, കുറേ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ കമ്മലുകളും മറ്റേ ബ്രേസ്ലെറ്റും കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നല്ല സെയിലാണ് കേട്ടോ ഇവർക്ക്. ഇത് കണ്ടോ അങ്ങേ അറ്റത്ത് കാണുന്നത്. അത് കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് എന്താന്ന് ചോദിക്കണമെന്ന്. അപ്പം മിസ്സായിപ്പോൾ. ഇപ്പം നമുക്ക് എന്തായാലും അലീൻ്റെനോട് ചോദിച്ചോക്കാം. എന്റെ കണ്ടംപോറി ഇംഗ്ലീഷ് കേട്ടിട്ട് നിങ്ങൾ ചിരിക്കണ്ട. അലീൻ്റെ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. About your culture? Husband, wife, mom. Okay. And husband, wife, child. And then we have 3 different tribes in East Africa which look like this. We have the Karamojong in Uganda. We have the Turkana in Tanzania. And we have the Maasai in Kenya. Similar in whatever they do. Culture. Similar in culture and dressing. Not exactly the same, but similar. Yeah. അപ്പോൾ അലീൻ്റെ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായോ അത്ര തന്നെ എനിക്കും മനസ്സിലായിട്ടുള്ളൂ. എന്നാലും മനസ്സിലായ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈസ്റ്റ് ആഫ്രിക്കയിൽ 3 ഡിഫറെന്റ് ട്രൈബ്സ് ഉണ്ട്. ആ ട്രൈബിൽ വരുന്ന ഒരു അച്ഛനും അമ്മയും കുട്ടിയുടെ രൂപമാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവർക്കെല്ലാം വേറെ വേറെ ഡ്രസ്സും സ്റ്റൈലൊക്കെ ആണ്. ഈ 3 ട്രൈബ് എന്ന് പറയുമ്പോൾ ഒന്ന് ടാൻസാനിയയിൽ, ഒന്ന് കെനിയയിൽ, പിന്നെ ഒന്ന് ഉഗാണ്ടയിൽ. അതന്നെ. ഷടാ, ട്രൈബിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ചോദിച്ചോക്കാം. അപ്പോൾ ഓരോ ട്രൈബിനും ഡ്രസ്സ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ കൾച്ചറും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതാണ് കേട്ടോ ഇപ്പോൾ ഈ രൂപത്തിൽ ഇവരിങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇത്രയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് മറിയത്തിൻ്റെ ഇരുന്ന് കുറച്ച് മലയാളം കേട്ടാലോ. 100 രൂപ, 100 rupa, 500 രൂപ, 500 rupa, Munur. 300 രൂപ. Then there was one, is it 600? How do they say 600? 600 രൂപ. 600 rupa. There was one which I forgot. സുഖമാണോ? Yes, Sugamano. Subratri. ശുഭരാത്രി. ശുഭരാത്രി. ഓക്കെ. കഴിച്ചോ? കഴിച്ചോ മീൻസ് ഫുഡ് കഴിച്ചോ? Kana haya. ഭക്ഷണം കഴിച്ചോ? Bhakshanam kaicho. No. നോ. വിശക്കുന്നുണ്ടോ? Going. നോ. വിശക്കുന്നുണ്ടോ? Vishakunundo. Are you hungry? വിശക്കുന്നുണ്ട്. സേ Vishakunundi. ഓ വിശക്കുന്നുണ്ട്. Oh, Vishakunundi. വിശക്കുന്നുണ്ട്. ചോറ് ഇഷ്ടമാണോ? Chori istamano. ആണോ? യു ലൈക്ക് റൈസ്? നോ. ചോറ് ഇഷ്ടമല്ല. സേ ചോറ് ഇഷ്ടമല്ല. ചോറ് ഇഷ്ടമല്ല. ഓക്കേ. Aru. അരി. What are? Aru potato. Alu. Potato. You like that? Yes. With chicken? No. My chicken now. Oh. Yeah. With fish. You like fish? So much. I like fish. Even today I sent someone to buy for me fresh fish to deep fry it.
But I haven't seen the fish. Huh? അങ്ങനെ കൊക്കിച്ചിരിയും വർത്താനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയി ഞങ്ങളുടെ കാര്യമായിട്ടുള്ള പരിപാടിയിലേക്കാണ്. ഇത് തന്നെ അങ്ങനെ ഇവിടുത്തെ മോമോസ് മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് മോമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോമോസിന്റെ കൂടെ തന്നെ നമ്മളൊരു പ്ലേറ്റ് ന്യൂഡിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മിക്സഡ് ന്യൂഡിൽസ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ കഴിച്ചതുകൊണ്ടാണ് പിന്നെ വാങ്ങിയത്. നമ്മുടെ ഈ ക്രാഫ്റ്റിൽ മേളയുള്ള സമയത്തുണ്ടല്ലോ, ഈ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും തോന്നും, വീട്ടിലൊന്നും വെക്കാനും തോന്നൂല, അത്രയ്ക്കും ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ് കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വിലയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഓ ഇവള് വീട്ടിൽ വെച്ചും കൂടിയൊന്നും ഇല്ലേന്ന്? അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. കാരണം ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എപ്പോഴും അങ്ങ് കയറി ചെല്ലാൻ പറ്റുമെന്നില്ല കേട്ടോ. ഓടിച്ച് വീഴേ കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ന്യൂഡിൽസ് ഒക്കെ ഏകദേശം തീരുമാനമാക്കിയതിനു ശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിയിട്ട് രണ്ടാളും കൂടെ തല്ലുകൂടിയാണ് കേട്ടോ അത് തിന്നത്. പിന്നുണ്ടല്ലോ, നമ്മുടെ ക്രാഫ്റ്റിലേക്ക് വരാൻ ഫുഡ് മാത്രം ഒരു കാരണമല്ല, ഇവിടെ ഡെയിലി സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഈ മേള നടക്കുന്ന ഫുൾ ഡേ എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും. ഈ ഒരു ഡാൻസ് മാത്രമല്ല കേട്ടോ ഉണ്ടായിരുന്നത്, വേറെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നേ. ഇവരുടെ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ ഇപ്പം മോന് സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാം കഴിയുന്നവരെ കാണും കേട്ടോ. ഏകദേശം ഒരു 9:30-10 മണി വരെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വീട്ടിലേക്ക് പോവേ. അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നിന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് നമുക്കൊരു ഇളനീർ ഷേക്കൊക്കെ വാങ്ങി തന്നെ അറിയുന്ന ചേട്ടനാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം ആർച്ചക്കുട്ടിയാണ്. അങ്ങനെ ഷേക്കൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.